ഹലോ പാറു. പ്രിയൻചേട്ടാ, എന്തുപറ്റി പാറു? എന്തിനാ നീ കരയുന്നേ? പ്രിയൻചേട്ടന്റെ അമ്മ ആശുപത്രിയില. ആശുപത്രിയില്ലോ? എന്താ പറ്റിയേ? അമ്മ കടയിൽ പോകുന്ന വഴിക്ക് അയ്യോ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് പാറു? എമർജൻസി വാർഡില. എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്ന് വേഗം വാ പ്രിയൻചേട്ടാ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാ. അയ്യോ, എന്ത് പറ്റി? അതൊക്കെ പോകുമ്പോ പറയാം, നീ വാ. എന്താ ചേച്ചി പാറു വരാത്തത്? അറിയില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. കരുനാഗം കണ്ട പണി പാളും. പണ്ടാരക്കാലിന് 100 ആയുസ. ദേ വരുന്നു. മോനെ, എന്താ സാർ? നിന്റെ കൂട്ടുകാരൻ എന്താ പറ്റിയേ? പതിവില്ലാതെ അവൻ ലേറ്റാണല്ലോ. അറിയില്ല സാർ. അല്ല, സൂപ്പർവൈസറും സൂപ്പർ ടൈലറും ഒരുമിച്ച് വാങ്ങിയതുകൊണ്ട് ചോദിച്ചതാ. രണ്ടിനും ഇങ്ങനെ കറങ്ങി നടക്കാതെ കല്യാണം കഴിച്ചോടാ. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാൻ. അല്ല, അവരെവിടേക്കാ പോയിരിക്കണേ? ബീച്ചിലേക്കോ, പാർക്കിലേക്കോ, അതോ സിനിമ തിയേറ്ററിലേക്കോ? സാർ, അവരൊരുമിച്ച് ലേറ്റായിന്ന് വെച്ച് ഇങ്ങനെ ഓരോന്നും പറയരുത്. ഞാനില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞേ. അവരുടെ രണ്ടുപേരുടെ കളിയും ചിരിയും എല്ലാം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? സർ, അവര് ലേറ്റ് ആയതിന് വേണമെങ്കിൽ സാർ അവരെ ചീത്ത പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ശമ്പളത്തിന് പിടിച്ചോളൂ. അല്ലാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മോശമൊന്നും പറയരുത്. അയ്യടാ, കൂട്ടുകാരിയെ കുറിച്ച് പറഞ്ഞപ്പോ അവക്കാടെ നൊന്തു. നിന്നെ കണ്ടില്ല കരുണാകരൻ? ഓ, വന്നല്ല മുതല്. ഇയാളിപ്പോ എവിടെന്ന പ്രത്യക്ഷപ്പെട്ടത്? തൊഴിലാളികളെ എന്തെങ്കിലും പറഞ്ഞ അപ്പടി ഇങ്ങനെ പോലെ പറഞ്ഞത്. സാറേ, ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ ഒരു ബഹളം? പ്രിയനും പാറുവും വരാൻ വൈകിയതിന് ഈ സാർ ഓരോ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കുക. പ്രിയന്റെയും പാറുവിന്റെയും പോക്കും വരും ഒരുമിച്ചാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം.
രണ്ടുപേരും ഒരുമിച്ച് ലേറ്റ് ആവുമ്പോ സ്വാഭാവികമായിട്ട് തോന്നാവുന്ന കാര്യം ഞാൻ ചോദിച്ചോളൂ. അതിന് പ്രൊഡക്ഷൻ ഹെഡാണെന്ന് പോലും നോക്കാതെ ഇവരെന്നെ എതിർത്ത് സംസാരിക്കാൻ നോക്കാം. ഇവളൊക്കെ ഒരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത് സാർ കേട്ടാലേ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ബഹുമാനം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടൂ. ഓ